ഹായ് ഫ്രണ്ട്സ്, സമയം പാതിരാത്രി 1 മണി. എക്സാം കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ നല്ല സുഖമായി ഉറങ്ങുന്ന ഫർസി. അതെ, നാളെ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. പർച്ചേഴ്സൊക്കെ കഴിഞ്ഞ് ജിമ്മിലും പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. എല്ലാ പ്രാവശ്യവും നേത്രാവതിക്കാണ് പോകുന്നതെങ്കിലും ഇപ്രാവശ്യം കേരള എക്സ്ക്രാന്തി ചണ്ഡീഗറിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ബുക്ക് ചെയ്തത്. രാവിലെ 7:40 പനവേലിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിൽ കയറാൻ എനിക്കൊരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സഫ്നാമ ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങളെല്ലാം ഒറ്റയ്ക്ക് പാക്ക് ചെയ്ത് ഫർസിയെ വിളിച്ചുണർത്തി ഡ്രസ്സ് ചെയ്ത് ഞാനും ഫ്രഷായി ഇറങ്ങിയപ്പോൾ കറക്റ്റ് 5 മണിയായി. ക്യാബ് ബുക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ വണ്ടിയിലിരുന്ന് ചെറുതായിട്ട് ഞാനൊന്ന് മയങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർ ചേട്ടൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മൂളാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. ഇതാണ് പനവേൽ ഹൈവേ ടോൾ പ്ലാസ. ഇനി നമ്മൾ റോഡ് മാർഗം നാട്ടിലോട്ട് പോവുകയാണെങ്കിലും ഇതാണ് നമ്മുടെ റൂട്ട്. ശരിക്കും നമുക്ക് ഈ പനവേൽ ഹൈവേന്ന് 2 റൂട്ട് വഴി കേരളത്തിലോട്ട് പോവാം. പൂന എക്സ്പ്രസ് ഹൈവേ പിടിച്ച് ഹൂഗ്ലി വഴി ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് സേലം, മധുര, തിരുനെൽവേലി, നാഗർകോവിൽ ടു ട്രിവാൻഡ്രം. ഇതാണ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് റൂട്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫാമിലിയായിട്ട് ഈ സെയിം റൂട്ടിൽ 23 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തി തിരുവനന്തപുരത്ത്. ഇനി രണ്ടാമത്തെ റൂട്ട് പനവേലിൽ നിന്ന് സ്ട്രെയിറ്റ് ഉടുപ്പി വഴി മംഗലാപുരം, മംഗലാപുരത്ത് നിന്ന് പാലക്കാട്. ശരിക്കും പറഞ്ഞാൽ കാട്ട് റൂട്ടാണിത്. എന്തായാലും ബൈ റോഡ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ആയപ്പോഴത്തേക്കും വണ്ടി ഇങ്ങെത്തി. കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്. മുംബൈയിൽ നിന്ന് എടുക്കുന്നതല്ലാത്തതുകൊണ്ടും ചണ്ഡീഗറിൽ നിന്ന് വന്നതുകൊണ്ടും എനിക്ക് കുറച്ച് വൃത്തിക്കുറവ് ഫീൽ ചെയ്തു. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ രത്നഗിരി എത്തി. ഇപ്പോൾ മാംഗോ സീസണാണ്. രത്നഗിരി അൽഫോൺസോ മാംഗോസ് നല്ല കിടിലൻ ടേസ്റ്റാണ്. സീസൺ തുടങ്ങി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന റേറ്റുമാണ്. അങ്ങനെ രത്നഗിരിയിൽ നിന്ന് നമ്മൾ മഡ്ഗാവ് സ്റ്റേഷനിലെത്തി. ശരിക്കും ഗോവയ്ക്ക് പോകുന്നവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാണ് ഇത്. അങ്ങനെ മംഗലാപുരത്തു നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണവുമുണ്ട്. ഇതുവരെ എങ്ങനെ പിടിച്ചിരുന്നെന്ന് അറിഞ്ഞൂടാ. പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ എറണാകുളം എത്തിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. മെട്രോ സർവീസൊക്കെ നമുക്ക് മുകളിൽ കൂടെ പായുന്നുണ്ട്. അതുപോലെ കോഴിക്കോടിലോട്ട് പോകാനുള്ള വന്ദേ ഭാരത് റെഡിയായി കിടപ്പുണ്ട്. ശരിക്കും മുംബൈയിൽ നിന്ന് എടുക്കുന്ന ട്രെയിനിനേക്കാളും കുറച്ച് വൃത്തി കുറവാണെങ്കിലും കറക്റ്റ് ടൈമിൽ വണ്ടി കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്തിൽ എത്തി. 12:45 എത്തുമെന്ന് പറഞ്ഞ വണ്ടി കറക്റ്റ് 12:30 എത്തി. പണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴും. പുറത്ത് സഫ്നാമായും ചെറിയവനും കട്ട വെയിറ്റിംഗ് ആണ്. ഒരാഴ്ചത്തെ കഥകൾ 2 പേർക്കും പറയാൻ കാണും. ഒരുത്തൻ എക്സാം എഴുതിയ കഥയാണെങ്കിൽ ഒരുത്തന് നാട്ടിൽ പൊളിച്ചതിൻ്റെ കഥ. അങ്ങനെ നേരിട്ട് കണ്ടതും എൻ്റെ മോനെ, അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ മറ്റവൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റ് എന്തൊക്കെ അവന് കൊടുത്ത് സോപ്പിട്ട് 2 പേരും കൈകോർത്ത് പുറത്തോട്ടിറങ്ങി. ഈ സ്നേഹമൊക്കെ നാളെയും കണ്ടാൽ മതി. എവിടെന്ന് നാളെ മുതൽ അടിയും ഇടിയും കുത്തലും മാന്തലും പിച്ചലും ഒക്കെ ആയിരിക്കും. കണ്ടറിയണം ഓന്തു മാറും പോലെ യവന്മാരുടെ സ്വഭാവം മാറുന്നത്.